ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു മോതിരം ഇവർ കൊടുക്കുകയാണ്. ഫ്രാങ്ക് അയച്ചു കൊടുത്തൊരു മോതിരം ഗുപ്തക്ക് കൊടുക്കുകയാണ്, ക്ലിഫോർഡും മാഗിയും കൂടെ, അല്ലേ? എന്നിട്ട് പറയുകയാണ്, ഈ മോതിരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭാവിയെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. ഈ മോതിരം ഫ്രാങ്കിന് കൊടുത്തത് ഒരു യോഗിയാണ്. ആ യോഗി എന്ത് പറഞ്ഞിട്ടുണ്ട് ഈ മോതിരം കൊടുക്കുമ്പോൾ? ഈ മോതിരത്തിലേക്ക് നോക്കിയാൽ ഭാവിയെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. മാത്രമല്ല, നിങ്ങളുടെ ആരെങ്കിലും കുറിച്ച്, വിദൂരത്തുള്ള നിങ്ങളുടെ ആരെങ്കിലും കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഈ മോതിരത്തിലേക്ക് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? അവരെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതറിയാൻ പറ്റും. പക്ഷേ എങ്ങനത്തെ ആളായിരിക്കണം നോക്കുന്നത്? ഒരു വെജ്ജായിട്ടുള്ള, ഒരു ഹിന്ദു ആയിട്ടുള്ള ആളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. അപ്പോൾ ഈ മോതിരം ഇവർ ഗുപ്തയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് എന്ത്? നിങ്ങൾ ഇതിലൂടെ നോക്കണം, എന്നിട്ട് ഇവരുടെ മകനെക്കുറിച്ച് എന്ത് ചെയ്യണം? പറഞ്ഞു തരണം ഇതാണ് ഇവരുടെ ആവശ്യം. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. ഐ റിയലൈസ്ഡ് ദാറ്റ് സൂപ്പർസ്റ്റിഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. ഇപ്പോഴാണ് എനിക്ക് എന്ത് കാര്യം മനസ്സിലായത്? ഈ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം എന്നുള്ള സംഭവം അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. I did not have the heart to tell the mother and daughter that the ring was nothing much brass with a piece of ordinary glass stuck into it. എനിക്ക് ഇവരോട് എന്ത് പറയണമെന്നുണ്ടായിരുന്നു? ഇതൊരു സാധാരണ ബ്രാസ് കൊണ്ട് നിർമ്മിച്ചൊരു സാധാരണ മോതിരമാണ്. അതിൽ ഘടിപ്പിച്ചത് ഒരു ഗ്ലാസ്സാണ്, അല്ലേ? അതിൽ ഘടിപ്പിച്ചതൊരു സാധാരണ ഗ്ലാസ്സാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ മോതിരം ഒന്നുമല്ല എന്നുള്ള കാര്യം എനിക്ക് ഇവരോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? അത് പറയാനുള്ള ഒരു ഹൃദയം എനിക്കുണ്ടായില്ല. എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറയണം. They believed their Frank had sent them a new and miraculous thing from a distant land. അവർ വിചാരിക്കുന്നത് അവരുടെ മകൻ എന്തോ ഒരു മിറക്കുലസ് ആയ, അത്ഭുതം നിറഞ്ഞ എന്തോ ഒരു സാധനം കൊടുത്തയച്ചതായിട്ടാണ് അവർ വിശ്വസിക്കുന്നത് ഈ മോതിരത്തെ പറ്റി. അവരങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ. ഈ മോതിരത്തിന് ഈ അത്ഭുത കഴിവുകളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ചോട്ടെ. ഈ ഡ്രീം ഇന്ത്യ, അല്ലേ? ഡ്രീം ഇന്ത്യയിൽ നിന്നൊക്കെ കൊടുത്തയച്ച ഒന്നല്ലേ? ഹൗ കുഡ് ഐ ഷാറ്റർ ദെയർ ഫെയ്ത്ത്? എന്തിനാണ് ഞാൻ അവരുടെ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നത്? തകർക്കുന്നത് എന്ന് ചോദിക്കാം. അവരുടെ വിശ്വാസത്തെ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഷാറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, തകർക്കേണ്ട ആവശ്യമില്ല. Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. അങ്ങനെ അവർ കുറേ നേരം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ മോതിരം എൻ്റെ കൈകളിലെടുത്തു. എന്നിട്ട് ഞാൻ വളരെ തീവ്രമായിട്ട്, ഇൻറ്റൻസ് ആയിട്ട് ആ മോതിരത്തിലേക്ക് നോക്കി. I cannot see anything. മോതിരത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഐ കനോട്ട് സീ എനിത്തിങ്, എനിക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർ പറഞ്ഞ പോലെ ഒന്നും കാണാൻ പറ്റിയില്ല. ഐ എക്സ്ക്ലെയിംഡ് അറ്റ് ലാസ്റ്റ് ഗിവിങ് അപ്പ്. അങ്ങനെ അവസാനം ഒന്നും നടക്കാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ പദ്ധതി ഉപേക്ഷിച്ചു. ഓക്കെ, ശ്രദ്ധിക്കാം. ദ മദർ ആൻഡ് ഡോട്ടർ വേർ ഡിസപ്പോയിൻറ്റഡ്. അങ്ങനെ ഞാൻ ആ പദ്ധതി ഉപേക്ഷിച്ചപ്പോൾ അവരെന്തായി? അവർക്ക് ഭയങ്കര നിരാശ വന്നു, അല്ലേ? അമ്മക്കും മകൾക്കും ഭയങ്കര നിരാശയായി. ഇവർ എന്തിനാണ് ഗുപ്തയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? മാഗി, അല്ലേ? ഈ മോതിരത്തിലേക്ക് നോക്കാനും, അല്ലേ? ഇവരുടെ ആവശ്യം പ്രധാനമായിട്ട് ഇത് തന്നെയാണ്. ഈ മോതിരത്തിലേക്ക് എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. എന്നിട്ട് അവരെ മകനെക്കുറിച്ച്, പഞ്ചാബിൽ ജോലി ചെയ്യുന്ന മകനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഇവരുടെ പ്രധാന ആവശ്യം. അപ്പോൾ അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ ദ മദർ ആൻഡ് ഡോട്ടർ വർ ഡിസപ്പോയിൻറ്റഡ്. അമ്മക്കും മകൾക്കും എന്തായി? വളരെ ഡിസപ്പോയിൻമെൻറ്റ് വന്നു. ടു ചേഞ്ച് ദ സബ്ജക്റ്റ്. ഏതായാലും അവർക്ക് ഇങ്ങനെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ എന്തിനു ശ്രമിച്ചു? ആ വിഷയം ഒന്ന് മാറ്റിപ്പിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞു? ഹിയർ ഈസ് എ വയലിൻ, ഇറ്റ്സ് യുവേഴ്സ് ഈസിൻറ്റ് ഇറ്റ് മാഗി. ഇവിടെയുള്ള വയലിൻ നിൻ്റേതാണോ എന്ന് ചോദിച്ചു മാഗിയോട്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ക്ലിഫോർഡാണ്. ക്ലിഫോർഡ് പറഞ്ഞു, യെസ്, മാഗിയുടേതാണ്. മാഗി പ്ലേസ് ക്വൈറ്റ് വെൽ. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. മാഗി ഇത് നന്നായിട്ട് പ്ലേ ചെയ്യും, അല്ലേ? ഇത് മാഗി ഒറ്റയ്ക്ക് പഠിച്ചതാണ് എന്നൊക്കെ പറയാം. ഒറ്റയ്ക്ക് പഠിച്ചതാണെന്ന് ഇനിയാണ് പറയണത്. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. മാഗി ഇത് ഞങ്ങൾക്ക് വേണ്ടി കുറച്ചൊന്ന് പ്ലേ ചെയ്യുമെന്ന് പറയുന്നുണ്ട് വയലിൻ. ഓ മദർ, മാഗി ലുക്ഡ് അറ്റ് ഹെർ ഇൻ പ്രൊട്ടസ്റ്റ്. അപ്പോൾ മാഗി പറയാണ്, അമ്മേ വേണ്ട വേണ്ട എന്നുള്ള അർത്ഥത്തിൽ മാഗി അമ്മയോട് പറയുന്നുണ്ട്. മാഗി, ഐ പ്ലീഡഡ് പ്ലീസ് പ്ലേ സംതിങ്. അങ്ങനെ ഞാനും മാഗിയോട് എന്ത് പറഞ്ഞു? കുറച്ച് വയലിൻ ഒന്ന് പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഐ എം വെരി ഫോണ്ട് ഓഫ് ദ വയലിൻ. ഈ വയലിൻ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഐ ഹാവ് എ സിസ്റ്റർ അറ്റ് ഹോം അബൌട്ട് യുവർ ഏജ്. നിൻ്റെ പ്രായമുള്ള അതേ ഒരു സിസ്റ്റർ എനിക്കുണ്ട്. ഷീ യൂസ് ടു പ്ലേ ഫോർ മീ. അവൾ വയലിൻ എനിക്ക് വേണ്ടി പ്ലേ ചെയ്യാറുണ്ട് അല്ലേ. ദ വേ ഐ പ്ലേ ഈസ് നോട്ട് അറ്റ് ആൾ വർത്ത് ലിസണിങ് ടു. ഞാൻ പ്ലേ ചെയ്യുന്നൊന്നും അങ്ങനെ കേൾക്കാൻ പറ്റുന്ന അത്ര രസമുള്ള സംഭവമൊന്നുമല്ല. അങ്ങനെ അത്ര രസമൊന്നും ഉണ്ടായിരിക്കില്ല ഞാൻ പ്ലേ ചെയ്യുമ്പോൾ അല്ലേ. മാഗി സെറ്റ്. മൈ എൻട്രീറ്റീസ് അറ്റ് ലാസ്റ്റ് പെർസ്യൂഡഡ് ഹെർ ടു പ്ലേ. അങ്ങനെ ഞാൻ നിരന്തരം അവളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ എൻട്രീറ്റ് ചെയ്തപ്പോൾ അവൾ ഏകദേശം തീരുമാനിച്ച അല്ലേ, പ്ലേ ചെയ്യാൻ തീരുമാനിച്ച പോലെ ആയി. ഐ ഡു നോട്ട് നോ മെനി പീസസ് ഷീ സെറ്റ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹിയർ. എനിക്ക് കുറേ പീസസ് ഒന്നും അറിയില്ലേ, വയലിൻ്റെ കുറേ സംഭവങ്ങളൊന്നും അറിയില്ല. ഒരുപാട് തരത്തിലൊന്നും എനിക്ക് പ്ലേ ചെയ്യാൻ കഴിയില്ല. വാട്ട് വുഡ് യു ലൈക്ക് ടു. ഏതായാലും നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഷാൾ ഐ ചൂസ് സംതിങ്. ഓൾ റൈറ്റ് ദെൻ ഗീവ് മീ യുവർ മ്യൂസിക്, ലെറ്റ് മീ സീ വാട്ട് യു ഹാവ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തോളാം. അപ്പോൾ നിൻ്റെ കയ്യിലുള്ള പീസ് ഓഫ് മ്യൂസിക് ഏതൊക്കെയാണെന്ന് പറ, ഞാൻ അതിന് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. മാഗി ബ്രോട്ട് ഔട്ട് ആൻ ഓൾഡ് മ്യൂസിക് കേസ് ബൗണ്ട് ഇൻ ബ്ലാക്ക് ലെതർ. അങ്ങനെ മാഗി എന്ത് ചെയ്തു, കുറേ മ്യൂസിക് ആയിട്ട് വന്നു. ഐ ഓപ്പൺ ഇറ്റ്. അങ്ങനെ ആ മ്യൂസിക് കേസ് ഞാൻ തുറന്നു. മോസ്റ്റ് ഓഫ് ദ പീസസ് വെർ ലൈറ്റ് എയർസ് ലൈക്ക് ഗുഡ് ബൈ ടോളി ഗ്രേ, ഹണി സക്കിൾ ആൻഡ് ബീ. ദർ were a few really good though old-fashioned ones like Robin Attire, Annie Laurie, The Last Rose of Summer. There were several Scotch songs. സോ ഐ സെലക്റ്റഡ് ദ ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ്. അങ്ങനെ ഞാൻ അവൾ കൊണ്ടുവന്ന മ്യൂസിക് കേസിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തതാണ് ദ ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ്. ആൻഡ് ഹാൻഡഡ് മാഗി ദ മ്യൂസിക്. അങ്ങനെ അത് മാഗി കൊടുത്തു. മാഗി പ്ലേഡ് ആൻഡ് ഐ ഹം ദ ട്യൂൺ ടു മൈസെൽഫ്. അങ്ങനെ മാഗി അത് നന്നായിട്ട് പ്ലേ ചെയ്തു, വയലിൻ പ്ലേ ചെയ്തു. ഓക്കെ, ഇതിനനുസരിച്ച് ഞാൻ ഹം ചെയ്ത് കൊടുത്തു, മൂളി കൊടുത്തു എന്ന് പറയാം. വെൻ ദ സോങ് വാസ് ഓവർ. അങ്ങനെ ആ പാട്ട് കഴിഞ്ഞപ്പോൾ ഐ പ്രൈസ്ഡ് ഹെർ പ്ലേയിങ് ലാവിഷ്ലി ആസ് ഐ താങ്ക്ഡ് ഹെർ. അങ്ങനെ ഞാൻ അവളെ ഒന്ന് പ്രൈസ് ചെയ്യും അല്ലേ. മാഗി ഹാസ് നെവർ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി മിസ്സസ് ക്ലിഫോർഡ് സർ. അങ്ങനെ ക്ലിഫോർഡ് പറയാണ്, മാഗിക്ക് ഇത് പഠിക്കാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഷീ ഹാസ് ലേൺഡ് വാട്ട് ഷീ നോസ് ബൈ സെൽഫ്. ഇത്രയും പഠിച്ചതൊക്കെ തന്നെ, വയലിൻ പ്ലേ ചെയ്യാൻ പഠിച്ചതൊക്കെ അവൾ ഒറ്റക്കാണ്. ഇഫ് അവർ സർക്കംസ്റ്റാൻസസ് എവർ ഇംപ്രൂവ്, ഞങ്ങളുടെ ഈ സാഹചര്യമൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണ്, മെച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഐ ഷാൾ അറേഞ്ച് ഫോർ ഹെർ ടു ഹാവ് ലെസൺസ്. അവൾക്ക് ഒന്ന് ക്ലാസ് പോയി പഠിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, സൗകര്യപ്പെടുത്തി കൊടുക്കണം. ഓൺ മൈ വേ ബാക്ക്. അങ്ങനെ ഞാൻ അന്ന് അവിടെ നിന്ന് പോന്നു, മാഗിൻ്റെ ക്ലിഫോർഡിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പോരുന്ന സമയത്ത് ഓൺ മൈ വേ ബാക്ക് തിരിച്ച് പോരുമ്പോൾ ഐ വാസ് ഫിൽഡ് വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു അല്ലേ. ദ ഇൻസിഡൻറ്റ് ടച്ച്ഡ് മീ വെരി ഡീപ്ലി. ആ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ എൻ്റെ ഹൃദയത്തെ, എന്നെ വല്ലാതെ എന്ത് ചെയ്തു, ടച്ച് ചെയ്തു എന്ന് പറയണം. 3 months പാസ്റ്റ്. അങ്ങനെ 3 മാസം കടന്നുപോയി. ഐ വിസിറ്റഡ് മാഗി ആൻഡ് ഹെർ മദർ സെവറൽ ടൈംസ്. ഈ 3 മാസത്തിനിടയ്ക്ക് പല സമയത്തായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ സന്ദർശിച്ചിട്ടുണ്ട്. അറ്റ് ദെയർ ഹോം ആൻഡ് ടുക്ക് മാഗി ടു സീ ദ സൂ വൺസ്. ഒരിക്കലും മാഗിയെ ഞാൻ മൃഗശാല കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഷീ റോഡ് ദി എലിഫൻറ്റ് ഇന്ത്യൻ രാജ. ഇന്ത്യൻ രാജ എന്ന് പറഞ്ഞൊരു എലിഫൻറ്റിൻ്റെ മുകളിൽ അവൾ കയറിയിട്ടുണ്ട്. ലൈക്ക് ഓൾ അതർ ബോയ്സ് ആൻഡ് ഗേൾസ്. ആ പാർക്കിലെ മറ്റ് ആൺകുട്ടികളെ പെൺകുട്ടികളെയൊക്കെ പോലെ മാഗി എന്ത് ചെയ്തു, ഇന്ത്യൻ രാജ എന്ന് പറഞ്ഞ എലിഫൻറ്റിൻ്റെ മുകളിൽ കയറി റൈഡ് ചെയ്തു. ഹൗ ഡിലൈറ്റഡ് ഷീ വാസ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറയണം. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹെർ ബ്രദർ. പക്ഷേ ഈ സമയത്തൊന്നും ഇവരുടെ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് എന്തില്ല, ഒരു വാർത്തയും കേൾക്കുന്നില്ല അല്ലേ. ഏർജ്ഡ് ബൈ മിസ്സിസ് ക്ലിഫോർഡ് ഐ വെൻറ്റ് ടു ഇന്ത്യൻ ഹൗസ്. അങ്ങനെ മിസ്സിസ് ക്ലിഫോർഡ് പറഞ്ഞ പ്രകാരം ഞാൻ എവിടെയൊക്കെ പോയി, ഇന്ത്യൻ ഹൗസിലേക്ക് പോയി. വൺ ഡേ ഇന്ത്യൻ ഹൗസിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ. വൺ ഡേ ഇന്ത്യൻ ഹൗസ്, അവിടെ ലണ്ടനിലുള്ള ഇന്ത്യൻ ഹൗസ്. വൺ ഡേ ആൻഡ് മെയ്ഡ് എൻക്വയറീസ്. അങ്ങനെ പോയി അന്വേഷിച്ചു ഫ്രാങ്കിനെ കുറിച്ച്, ഇവരുടെ മകനെ കുറിച്ച്, മാഗിയുടെ ബ്രദറിനെ കുറിച്ച് അന്വേഷിച്ചു. I was told the regiment to which Frank belonged was fighting on the northern frontier. അപ്പോഴാണ് എനിക്ക് എന്ത് മനസ്സിലായത്, ഇന്ത്യൻ ഹൗസിൽ നിന്ന് എന്ത് പറഞ്ഞു, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് യുദ്ധം ചെയ്യാണ് ആര്, ഇവരുടെ മകന്. മിസ്സിസ് ക്ലിഫോർഡ് ബിക്കെയിം എക്സ്ട്രീംലി വറീഡ് വെൻ ഷീ ഹേർഡ് ഇറ്റ്. അല്ലേ, മകന് യുദ്ധത്തിൽ ഏർപ്പെട്ട് നിൽക്കുകയാണെന്ന് കേട്ടപ്പം അമ്മയ്ക്ക് എന്ത് ചെയ്തു, ഭയങ്കര സങ്കടം വന്നു. വൺ ഡേ ഐ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ്. അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വൺ ഡേ ഐ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി. മാഗിയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, ഒരു പോസ്റ്റ് കാർഡ്, ഒരു ലെറ്റർ കിട്ടി. ഷീ റോട്ട്. ആ ലെറ്ററിൽ അവൾ എന്താണ് എഴുതിയത് നോക്കൂ. ലെറ്ററിൽ എഴുതിയ കാര്യമാണ് പറയുന്നത്. ഡിയർ മിസ്റ്റർ ഗുപ്ത, മൈ മദർ ഈസ് വെരി ഇൽ. എൻ്റെ അമ്മക്ക് തീരെ സുഖമില്ല. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല, അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട്. വി ഷാൽ ബി എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ടേക്ക് ദി ട്രബിൾ ടു കം ടു സീ അസ്.
നിങ്ങൾ വന്ന് ഞങ്ങളെ ഒന്ന് കാണുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മാഗി പറഞ്ഞ കാര്യമാണ്. ഐ ഹാഡ് ടോൾഡ് ദ ഫാമിലി വിത്ത് ഹോം ഐ ലീവ്ഡ് അബൌട്ട് മാഗി ആൻഡ് ഹെർ മദർ. ഞാൻ ഏതായാലും അവിടെ ഒരു ഫാമിലിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ആ ഫാമിലിയോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വീട്ടുകാരോട് ഈ മാഗിനെയും ക്ലിഫോർഡിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവരെന്ത് പറഞ്ഞു, മൈ ഹോസ്റ്റസ്, ഞാൻ താമസിക്കുന്ന ആ കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തിലെ ആളെന്ത് പറഞ്ഞു, ഹോസ്റ്റസ് എന്നോട് എന്ത് പറഞ്ഞു, വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു, നിങ്ങൾ പോണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് പൈസ കൂടെ കയ്യിൽ വെച്ചോണ്ടി, ആ കുടുംബത്തിന് കൊടുക്കാമല്ലോ, കുറേ ആയല്ലോ, ഒരാഴ്ച ആയിട്ട് ജോലിക്കൊന്നും പോയിട്ടില്ല എന്നല്ലേ പറയണത്. ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്, കഴിഞ്ഞ ഒരാഴ്ച അവൾ ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് പൈസ നിങ്ങൾ എടുത്തുകൊണ്ടു എന്ന് പറഞ്ഞു ആ വീട്ടുകാർ. ഷീ ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ, അല്ലേ, അവൾക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ ആർ ഹാർഡപ്പ്, ഭയങ്കര ഹാർഡപ്പ് ആവാൻ, കഷ്ടപ്പാടാവാൻ സാധ്യത ഉണ്ട് അവരുടെ വീട്ടിൽ, അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ പൈസ എടുത്തോളൂ എൻ്റെ ഹോസ്റ്റസ് പറയണം, താമസിക്കുന്ന വീട്ടിലെ ആൾ പറയണം. അങ്ങനെ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലാംബത്ത്. അങ്ങനെ ഞാൻ ലാംബത്തിലേക്ക് നടന്നു, കുറച്ച് പൈസ. ലാംബത്ത് പറഞ്ഞാൽ അവിടെയാണ് മാഗിയും ക്ലിഫോർഡും താമസിക്കുന്നത്. ഐ നോക്ക്ഡ് അറ്റ് ദ ഡോർ, അങ്ങനെ വീട്ടിലെത്തി അവരുടെ വാതിലിനെ മുട്ടി. മാഗി ഓപ്പൺ ഇട്ടു. അങ്ങനെ മാഗി എന്ത് ചെയ്തു, വാതിൽ തുറന്നു. ഷി വാസ് ലുക്കിംഗ് മച്ച് പുൾഡ് ഡൗൺ, ഹെർ ഐസ് വർ ഹോളോ ആൻഡ് ഡ്രീംഡ്. വാതിൽ തുറന്നപ്പോൾ അവൾ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, കണ്ണുകളൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ടുണ്ട്. ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത. അങ്ങനെ വാതിൽ തുറന്ന് എന്നെ കണ്ടപ്പം അവൾ എന്ത് ചെയ്തു, എന്നോട് നന്ദി പറഞ്ഞു, ഞാൻ വന്നതിന് നന്ദി പറഞ്ഞു. ഷീ എക്സ്ക്ലെയിംഡ് വെൻ ഷീ സോ മീ ആൻഡ് ഇറ്റ്സ് ഓ കൈൻഡ് ഓഫ് യു, അല്ലേ, നിങ്ങൾ നല്ല കൈൻഡായ ആളാണ്, അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വന്നത്. അവൾ അങ്ങനെ നന്ദി പറയണം. ഹൗ ഈസ് യുവർ മദർ, മാഗി ആസ്റ്റ്. അങ്ങനെ ഞാൻ മാഗിയോട് എന്ത് ചോദിച്ചു, എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. മാഗി പറഞ്ഞു, അമ്മ ഉറങ്ങുകയാണ്. ഹർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്, അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. ദ ഡോക്ടർ സേസ് ഇറ്റ്സ് അഗ്രവേറ്റഡ് ബൈ ഹെർ ആങ്സൈറ്റി ഓർ ഫ്രാങ്ക്. ഫ്രാങ്കിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇവളുടെ അസുഖം എന്തായത്, എഗ്രവേറ്റ് ചെയ്തത്, മൂർച്ഛിച്ചത് എന്നാണ് ഡോക്ടർ പറയുന്നത്. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം യെറ്റ്. ഫ്രാങ്കിൻ്റെ അടുത്ത് നിന്ന് എന്തില്ല, ഒരു വാർത്തയൊന്നും ഇപ്പം ഇല്ല എന്ന് പറയാം. ഷീ മേ നോട്ട് ലീവ്, അല്ലേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അവൾ അധികകാലം ജീവിക്കൂല എന്ന് പറയാണ് മാഗി. അമ്മയുടെ കാര്യമാണ് പറയുന്നത്, അമ്മ അധികകാലം ജീവിക്കൂല, ഫ്രാങ്കിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അസുഖം കൂടിയത് എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. ഐ ട്രൈ ടു കൺസോൾ മാഗി. അങ്ങനെ മാഗിയെ ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചു, ഒന്ന് കൺസോൾ ചെയ്യാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ് കർച്ചീഫ്. അവളുടെ കണ്ണുകളൊക്കെ എൻ്റെ ഹാൻഡ് കർച്ചീഫ് ഒന്ന് തുടച്ചു. മാഗി കൺട്രോൾഡ് ഹെർസെൽഫ് വിത്ത് ആൻ എഫേർട്ട് ആൻഡ് സെറ്റ്, ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് യു മിസ്റ്റർ ഗുപ്ത. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് എനിക്ക് ഐ ഹാവ് എ റിക്വസ്റ്റ്, എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, നിങ്ങളോട് കുറച്ചൊരു കാര്യം പറയാനുണ്ട്. ആര് പറയാണ്, മാഗി ഗുപ്തയോട് പറയാണ്. വാട്ട്സ് ഇറ്റ് മാഗി, ഐ ആസ്റ്റ്. അങ്ങനെ ഗുപ്ത മാഗിയോട് ചോദിച്ചു, എന്താണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ മാഗി പറയാണ്, കമ്മിങ് ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു, ഷീ ആൻസർ. നമുക്ക് സിറ്റിംഗ് റൂമിൽ ചെന്നിട്ട് പറയാം, എവിടുന്ന് പറഞ്ഞാൽ അമ്മ ഉറങ്ങല്ലേ, അമ്മ കേൾക്കും, അമ്മക്കതൊരു ഡിസ്റ്റർബൻസ് ആവും, അപ്പോൾ അമ്മ കേൾക്കാതെ പറയണം, അതുകൊണ്ട് നമുക്ക് സിറ്റിംഗ് റൂമിലേക്ക് പോകാമെന്ന് മാഗി പറഞ്ഞു. അങ്ങനെ വി ടിപ്ടോഡ് കെയർഫുള്ളി ഇൻ ടു ദ സിറ്റിംഗ് റൂം ലെസ്റ്റ് ദ സൗണ്ട് ഓഫ് അവർ ഫുഡ് സ്റ്റെപ്പ് ഷുഡ് ഡിസ്റ്റർബ് ദ സിക്ക് റൂം. അപ്പോൾ ഞങ്ങളുടെ കാലടിപാദം അമ്മക്ക് ശല്യമാവേണ്ടെന്ന് കരുതി ഞങ്ങൾ എന്ത് ചെയ്തു, കാൽവിരലിൽ നടന്നു എന്ന് പറയണം. ടിപ്ടോഡ്, കാൽവിരലിൽ നടന്നു. ഐ ടേൺഡ് വെൻ ഐ റീച്ച് ദ സെൻറ്റർ ഓഫ് ദ റൂം ആൻഡ് റിമെയിൻ സ്റ്റാൻഡിങ് ദെയർ. അങ്ങനെ ഞങ്ങളുടെ സിറ്റിംഗ് റൂമിലെത്തി, ഞാൻ അവിടെ നിന്നു. എന്നിട്ട് വീണ്ടും മാഗിയോട് ചോദിച്ചു, വാട്ട്സ് ഇറ്റ് മാഗി, എന്താ മാഗി നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഐ റിപ്പീറ്റഡ് മൈ ക്വസ്റ്റ്യൻ, ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിച്ചു. മാഗി ഗേസ്ഡ് അപ്പ് ഇൻ ടു മൈ ഫേസ് വിത്ത് എ ബിസീച്ചിങ് ഐസ്. ഐ വെയിറ്റഡ്. അങ്ങനെ മാഗി എൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. അപ്പം മാഗി പറയുന്നതും ചോദിക്കുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. മാഗിക്ക് എന്തോ ചോദിക്കാനുണ്ട്. ദെൻ ഷീ കവേർഡ് ഹെർ ഫേസ് വിത്ത് ഹെർ ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ് സൈലന്റ്. പെട്ടെന്ന് തന്നെ അവൾ എന്ത് ചെയ്തു, അവളുടെ മുഖം രണ്ട് കൈകളുകൊണ്ട് പൊത്തിപ്പിടിച്ച് അവൾ കരഞ്ഞു. ഐ വാസ് ഇൻ എ ഫിക്സ്. അപ്പോൾ ഞാൻ ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്. എന്താ ഞാൻ ഈ കുട്ടിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്താ ഇപ്പം ഞാൻ പറയാം. ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. ബ്രദർ ആണെങ്കിൽ ഫ്രണ്ടിയറിൽ, അതിർത്തിയിൽ യുദ്ധത്തിലാണ്. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് എലൈവ് ഓർ ഡെഡ്. അവരുടെ മകന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഹെർ മദർ വാസ് ദ ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ എർത്ത്. ഈ കുട്ടിക്ക്, മാഗിക്ക് ആകപ്പാടുള്ളത് അമ്മയാണ്. അമ്മയാണെങ്കിൽ അസുഖം ബാധിച്ച് കിടപ്പാണ്. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ വാട്ട് വുഡ് ഹാപ്പൻ. അഥവാ അമ്മ മരിച്ചു പോവുകയാണെങ്കിൽ, മാഗിക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അല്ലേ. വേർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദ ത്രെഷോൾഡ് ഓഫ് അഡോളസൻസ് ഗോ. ഈ ഒരു കൗമാരപ്രായത്തിലെത്തി നിൽക്കുന്ന പെൺകുട്ടിക്ക് എവിടേക്ക് പോകാം, ലണ്ടൻ നഗരത്തിൽ എങ്ങോട്ടേക്കാണ് ഈ പെൺകുട്ടി പോവുക അല്ലേ.
ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് അവേ ഫ്രം ഹെർ ഫേസ്. എങ്ങനെ ഏതായാലും അവൾ മുഖം പൊത്തിപ്പിടിച്ച് കരയാണല്ലോ. അപ്പോൾ അവളുടെ കൈകളെടുത്ത് മാറ്റി. മാഗി ടെൽ മീ വാട്ട് യു വിഷ് മീ ടു ഡു. നീ എന്താ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പറയൂ. ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ഇറ്റ് ഹെൽപ്പ് യു ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. എന്തെങ്കിലും എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യാൻ മടിക്കൂല. നീ പറയൂ, നിനക്ക് എന്താ വേണ്ടത് എന്ന് പറയാം. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്, ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദ റിക്വസ്റ്റ് ഐ എം ഗോയിങ് ടു മേക്ക്. ഞാൻ പറയാൻ പോകുന്ന റിക്വസ്റ്റ് കേട്ടിട്ട്, എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് നിങ്ങൾ എന്താ വിചാരിക്കാമെന്നൊന്നും എനിക്കറിയില്ല. പ്ലീസ് ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. എന്തെങ്കിലും അത് റോങ് ആണ്, തെറ്റാണ്, ഞാൻ പറയുന്ന കാര്യം തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, വാട്ട് യു വിഷ് ടു ആസ്ക്. എന്താ നിനക്ക് ചോദിക്കാനുള്ളത്, എന്താ നീ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ഓൾ ഡേ യെസ്റ്റർഡേ മദർ കെപ്റ്റ്. അങ്ങനെ മാഗി പറഞ്ഞു തുടങ്ങുകയാണ്. ഓൾ ഡേ യെസ്റ്റർഡേ മദർ കെപ്റ്റ് സെയിങ് ദാറ്റ് ഇഫ് മിസ്റ്റർ ഗുപ്ത വുഡ് കം ആൻഡ് ഗേസ് ഇൻ ടു ദ ക്രിസ്റ്റൽ ഹി മൈറ്റ് ലേൺ സംതിങ് അബൌട്ട് ഫ്രൈ. കഴിഞ്ഞ ദിവസം ഇന്നലെ മുഴുവൻ അമ്മ പറഞ്ഞത് എന്താണ്, നിങ്ങൾ വന്നിട്ട് ആ ക്രിസ്റ്റലിലേക്ക്, ആ റിങ്ങിലേക്കൊന്ന് നോക്കുക, റിങ്ങിലെ അതിൽ ഘടിപ്പിച്ച ആ ക്രിസ്റ്റലിലേക്ക്, ആ ചില്ലിലേക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫ്രാങ്കിനെ കുറിച്ച് അറിയാൻ പറ്റുമെന്നാണ് അമ്മ ഇന്നലെ ഇവിടെ നീളം പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ റിങ്ങിലേക്കൊന്ന് നോക്കിയിട്ട് ഫ്രാങ്കിനെ കുറിച്ച് ഒന്ന് എന്തെങ്കിലും പറഞ്ഞു തരണം എന്ന് പറയണം. മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു. അമ്മ പറഞ്ഞ കാര്യമാണ്, ഗുപ്ത ഹിന്ദു ആണല്ലോ. ഷീ സെഡ് ഇഫ് ഓൺലി ഹി വുഡ് കം. അപ്പോൾ ഹിന്ദുവിന് മാത്രമേ ഇതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഷീ സെഡ് ദിസ് ഈസ് വൈ ഐ റോട്ട് യു. അല്ലേ, അപ്പോൾ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കത്ത് എഴുതിയത്. അല്ലേ, നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം, അമ്മ പറഞ്ഞതാണ്, അമ്മ റിക്വസ്റ്റ് ചെയ്താണ് എന്നോട്, നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം, ഈ റിങ്ങിലേക്ക് നോക്കി, അതിലെ ക്രിസ്റ്റലിലേക്ക് നോക്കിയിട്ട് ഫ്രാങ്കിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ട്രൈ വൺസ് മോർ. അപ്പോൾ ഗുപ്ത ഇത് കേട്ടപ്പം മാഗിയോട് പറയണം, ഓക്കെ ഞാൻ ഒന്നുകൂടെ, നിനക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ശ്രമിക്കാം. ഗോ ആൻഡ് ബ്രിങ് മീ ദ റിങ്. പോയിട്ട് ആ റിങ് കൊണ്ടുവരൂ. മാഗി ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. ഞാൻ എന്ത് ചെയ്തോളാം, നോക്കിക്കോളാം, റിങ്ങിലെ നോക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാഗി വീണ്ടും കൊണ്ട് പറഞ്ഞു, ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻസ്റ്റ് ദിസ് ടൈം. പക്ഷെ നിങ്ങൾ ഇപ്രാവശ്യം അതിൽ ഒന്നും കാണുന്നില്ലെങ്കിൽ അത് അമ്മയെ അറിയിക്കരുത്. ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ആരോട് പറയരുത്, അമ്മയോട് പറയരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ സങ്കടം വരും. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെന്റ്. അല്ലേ, അപ്പോൾ മാഗിയുടെ ആവശ്യം എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യരുത്, ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം അമ്മയോട് പറയരുത്. ഐ വാസ് സൈലന്റ്. ഓക്കെ. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റെഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലിവിങ്. അങ്ങനെ മാഗി ഗുപ്തയോട് പറയാണ്, ഞാൻ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, സത്യം മാത്രം പറയുന്നവരാണ് ആര്, ഹിന്ദുസ് എന്ന് ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ് ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ്, ദാറ്റ് ഇറ്റ് ഹീസ് എ ലൈവ്, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് ലൈവ്. നിങ്ങളതിൽ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല, സപ്പോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്നും ഫ്രാങ്ക് ഓൾ റൈറ്റ് ആണ്, അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം ഫൈനാണ് എന്നുള്ള കാര്യം ഒന്ന് അമ്മയോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ ഒരു കളവാകുമോ? നിങ്ങൾക്കതൊരു വലിയ പ്രശ്നമാവുമോ? നിങ്ങൾ കളവ് പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമാവുമോ എന്ന് ചോദിക്കുകയാണ്. വിൽ ഇറ്റ് ബി വെരി വെരി റോങ്. അത് അത്ര വലിയ തെറ്റാവുമോ? ആസ് ഷീ സ്പോക്ക് ടീയേഴ്സ് സ്ട്രീംഡ് ഫ്രം ഹർ ഐസ്. ഇതൊക്കെ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, കണ്ണുനീര് വരുന്നുണ്ട്. ഐ തോട്ട് ഇറ്റ് ഓവർ. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. ഐ എം നോട്ട് വെരി ഗുഡ്. ഞാൻ അത്ര നല്ല ആളെന്നല്ലല്ലോ. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്. ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റേതായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, സിൻഫുൾ ഒക്കെ തെറ്റുകളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയ കളവ് അമ്മയ്ക്ക് വേണ്ടി പറയുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഇനി റിങ്ങിലേക്ക് നോക്കാൻ അതിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ടെന്നും ഫ്രാങ്ക് ഓൾ റൈറ്റ് ആണെന്നും അമ്മയോട് പറയാൻ വേണ്ടി തീരുമാനിച്ചു. അമ്മ കിടപ്പിലാണല്ലോ. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസസ്. ഞാൻ ചെയ്ത കുറ്റങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയതായിരിക്കും, ഏറ്റവും ചെറിയൊരു കളവായിരിക്കും ഇത്. പ്ലീസ് മാഗി ഡോണ്ട് ക്രൈ, വേർ ഈസ് ദ റിങ്. അതുകൊണ്ട് മാഗി നീ കരയണ്ട, എവിടെ റിങ് എടുത്തു കൊണ്ടുവരൂ. ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ് ദിസ് ടൈം. ഞാൻ എന്ത് ചെയ്യട്ടെ, ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് പ്രാവശ്യം നോക്കട്ടെ. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ് ഐ ഷാൽ ഡു ആസ് യു സജസ്റ്റ്. അഥവാ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നീ പറഞ്ഞ പോലെ അമ്മയോട് പറയാം. അല്ലേ, മഗ്ന സുഖമാണെന്നും അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യമൊക്കെ ഞാൻ പറയാം. ഗോഡ് വിൽ ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്. ഇനി ദൈവം എന്നോട് പുറത്തോണം, അത് തെറ്റാണെങ്കിൽ പോലും, ഇനി അങ്ങനെയല്ല, വാർത്ത ശരിയല്ലെങ്കിൽ പോലും, ഞാൻ പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ പോലും ദൈവം എന്നോട് പുറത്തോളം എന്ന് പറയണം. മാഗി ബ്രോട്ട് മീ ദ റിങ്. അങ്ങനെ മാഗി എന്ത് ചെയ്തു, ആ മോതിരം കൊണ്ടുവന്നു. ഐ ടുക്ക് ഇറ്റ്. ഞാൻ അതെടുത്തു. ആൻഡ് സെഡ് ഇഫ് യുവർ മദർ ഈസ് അവേക്ക്. ഏതായാലും അതെടുത്തിട്ട് ഞാൻ മാഗിയോട് എന്ത് പറഞ്ഞു, അമ്മ ഉണർന്നിട്ടുണ്ടോ നോക്കാം, അമ്മ ഉണർന്നിട്ടുണ്ടെങ്കിൽ അമ്മൻ്റെ മുന്നിൽ തന്നെ ഈ കാര്യം എനിക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 15 minutes പാസ്റ്റ് ബിഫോർ മാഗി കെയിം ബാക്ക്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം വീണ്ടും മാഗി വന്നു, അമ്മ ഉണർന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നു.
മദർ ഈസ് എവേക്ക്. അമ്മ ഉണർന്നിട്ടുണ്ട്. ഷീ സെഡ് ഐ ഹാവ് ടോൾഡ് ഹർ യു ആർ ഹിയർ. ഞാൻ അമ്മയോട് നിങ്ങളിവിടെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അമ്മ ഉണർന്നപ്പോൾ ഞാൻ നിങ്ങളിവിടെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മേ ഐ സീ ഹർ നൗ പ്ലീസ് കം. അല്ലേ, ഞാൻ ഇപ്പോൾ കാണട്ടെ. അപ്പോൾ മാഗി പറഞ്ഞു വരും, അമ്മയെ കാണാമെന്ന് പറഞ്ഞു. ഐ അപ്രോച്ച്ഡ് ദ മദേഴ്സ് ബെഡ് സൈഡ്. അങ്ങനെ അമ്മയുടെ ബെഡിൻ്റെ അരികിലേക്ക് ഞാൻ പോയി. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. ആ സമയത്ത് റിംഗ് എൻ്റെ കൈകളിലുണ്ട്. വിഷിംഗ് ഹർ എ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് മിസ്സിസിൻ്റെ അടുത്തേക്ക് ചെന്നു. മിസ്സിസ് ക്ലിഫോർഡ്, യുവർ സൺ ഈസ് അലൈവ്. എന്നിട്ട് അമ്മയോട് എന്ത് പറയാണ്? ക്ലിഫോർഡ്, അമ്മേ, നിങ്ങളെ മകന് ജീവിച്ചിരിപ്പുണ്ട്. ഹീ ഈസ് വെൽ. അമ്മ, ഒരു അസുഖമില്ല, ഒരു കുഴപ്പമില്ല, അദ്ദേഹം ഫൈനാണ്, വെല്ലാണ്, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ മകൻ ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മ, ദ ഓൾഡ് വുമൻ റേസ്ഡ് ഹർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ. തലയണയിൽ നിന്ന് കുറച്ച് തല ഒന്ന് പൊന്തിച്ചു. അല്ലേ, മകന് ജീവിച്ചിരിപ്പുണ്ടെന്നും മകന് സുഖമാണ് എന്ന് കേട്ടപ്പോൾ ഇദ്ദേഹത്തെ ആക്ച്വലി ശരിക്കും കണ്ടിട്ട് പറയുന്നില്ല, മോതിരത്തിൽ നോക്കി കണ്ടിട്ട് പറയുന്നില്ല. അല്ലേ, അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണം. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ? അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നീ ഇത് ക്രിസ്റ്റലിൽ കണ്ടോ, മോതിരത്തിൽ കണ്ടോ എന്ന് ചോദിച്ചു. ഷീ ആസ്റ്റ്. ക്ലിഫോർഡ് എന്ത്, യെസ് മിസ് ക്ലിഫോർഡ്. അപ്പോൾ ഗുപ്ത പറഞ്ഞു, ക്ലിഫോർഡ്, ഞാനിത് അമ്മയെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഐ ആൻസേർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ഐ ഹാവ് സീൻ ഇറ്റ്. അല്ലേ, ഞാനൊരു ഹെസിറ്റേഷൻ, ഒരു മടിയൊന്നുമില്ല, അത് വേഗം പറഞ്ഞു. അല്ലേ, നമുക്ക് സംശയമാവേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ടിട്ടുണ്ട്, മകനെ കണ്ടിട്ടുണ്ട്, അവന് ഓക്കെയാണ്, ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്. ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹർ ഐസ്. അവളുടെ കണ്ണുകളിൽ നിന്ന് പെട്ടെന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീരുകൾ വരികയാണ്. ഷീ വിസ്പേർഡ് ഫെയിൻറ്റ്ലി, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. അവൾ എന്ത് പറഞ്ഞു? അല്ലേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഗുപ്തയോട് പറയാം. മിസ്സിസ് ക്ലിഫോർഡ് റിക്കവർഡ്. അങ്ങനെ മിസ്സിസ് ക്ലിഫോർഡ് അത് കേട്ടപ്പോൾ മിസ്സിസ് ക്ലിഫോർഡിൻ്റെ അസുഖമൊക്കെ മാറി, അമ്മയുടെ അസുഖമൊക്കെ മാറി. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. ഈ സമയത്ത് എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിലേക്ക്, കഴിഞ്ഞു കേട്ടോ, കുറച്ച് കഴിഞ്ഞു, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോരാനുള്ള സമയമായി. ഐ വിഷ് ടു ഗോ ടു ലാംബത്ത് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹെർ മദർ. എനിക്ക് മാഗിയുടെയും അവളുടെ അമ്മയുടെ അടുത്തേക്കൊക്കെ ഒരു ഗുഡ് ബൈ പറയാൻ, ഞാൻ തിരിച്ചെൻ്റെ നാട്ടിലേക്ക്, രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് വരികയാണല്ലോ. അപ്പോൾ അവരോടൊരു ഗുഡ് ബൈ പറയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, വീട്ടിൽ പോയി ഗുഡ് ബൈ പറയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോൺ. പക്ഷേ അവരുടെ കുടുംബം ദുഃഖാചരണത്തിലാണ്. ഇതിൻ്റെ ദുഃഖാചരണമായിരിക്കും. നോക്കൂ, ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. ഫ്രാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാസം മുന്നേ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. മന്ത് എഗോ ഒരു മാസമല്ല, അതിൽ കൂടുതൽ അതിന് മുന്നേ തന്നെ മരിച്ചിട്ടുണ്ട്. മന്ത് എഗോ മാഗി ഹാഡ് സെൻറ്റ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. കഴിഞ്ഞ ഒരു മാസം മുന്നേ മാഗി എനിക്കൊരു കത്ത് അയച്ചു. അല്ലേ, ആര് മരിച്ചെന്ന് പറഞ്ഞിട്ട്, അവരുടെ മാഗിയുടെ ബ്രദർ, അമ്മയുടെ മകൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് മാഗി എനിക്കൊരു കത്ത് അയച്ചു, ഗുപ്തയ്ക്ക് ഒരു കത്ത് അയച്ചു എന്ന് പറയണം. അങ്ങനെയാണ് ഗുപ്ത അറിഞ്ഞത്. I calculated from the date and found that Frank had been dead some days when I told his mother he was alive and well. ഈ മകൻ്റെ മരണം എപ്പോഴാണ്? ആക്ച്വലി ഞാൻ അമ്മയോട് മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ ആ കാലത്ത് തന്നെയാണ്, ആ ഒരു സമയത്ത് തന്നെയാണ് ആരുടെ മരണവും? ഈ മകൻ്റെ മരണവും. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ചെറിയ ചടപ്പൊക്കെ വന്നു. അല്ലേ, അപ്പോൾ ഞാൻ കളവ് പറഞ്ഞതാണ് എന്ന് ആർക്ക് മനസ്സിലായിട്ടുണ്ടാവും? അമ്മക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഐ ഫെൽറ്റ് അഷെയിംഡ് ടു ഫേസ് മിസ് ക്ലിഫോർഡ്. ക്ലിഫോർഡിനെ കാണാൻ എനിക്കൊരു അഷെയിം, ഒരു നാണം, ഒരു ലജ്ജ തോന്നി. അല്ലേ, കാരണം ഞാൻ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും മകൻ ഹാപ്പിയാണ് എന്നുള്ള കാര്യമൊക്കെ, ഫൈനാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതാണല്ലോ. ആ സമയത്ത് തന്നെ ആക്ച്വലി മകൻ മരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അവൻ അവിടെ ആ വീട്ടിലേക്ക് പോയി ഗുഡ് ബൈ പറയാൻ ഒരു മടി. സോ ഐ റോട്ട് എ ലെറ്റർ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവർക്ക് നേരിട്ട് വീട്ടിൽ ചെന്ന് പറയാതെ, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നുള്ള കാര്യം വീട്ടിൽ ചെന്ന് പറയാതെ ഞാൻ അവർക്ക് കത്തെഴുതി കൊണ്ട് പറയണം. അനൗൺസിങ് മൈ ഡിപ്പാർച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. അല്ലേ, അങ്ങനെ ഞാൻ പോവുകയാണെന്നുള്ള കാര്യം ഗുഡ് ബൈ പറയുന്നത് കത്തിലൂടെയാണ്. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡോൺ. അങ്ങനെ എനിക്ക് പോകാനുള്ള തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള അവസാന ദിവസം വന്നു. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. രാത്രിക്ക് മുന്നേ ഞാൻ എന്ത് ചെയ്യും, പോവും. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ഫാമിലി ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. എ മിനിറ്റ് ഓർ ലേറ്റർ ദ മെയ്ഡ് കെയിം ഇൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വാതിലിന് മുട്ടുന്നുണ്ടായിരുന്നു. എ മിനിറ്റ് ഓർ ലേറ്റർ ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്, പ്ലീസ് മിസ്റ്റർ ഗുപ്ത, മിസ് ക്ലിഫോർഡ് ഹാസ് കം ടു സീ യു. അല്ലേ, വാതിൽ മെയ്ഡ് ചെന്ന് തുറന്നു. മെയ്ഡ് തുറന്ന് നോക്കിയപ്പോൾ അവരിവിടെ വന്നിട്ടുണ്ട്. മൈ ബ്രേക്ക്ഫാസ്റ്റ്, എന്നിട്ട് മെയ്ഡ് എന്നോട് പറഞ്ഞില്ലേ, ക്ലിഫോർഡ് ഹാസ് കം ടു സീ, ക്ലിഫോർഡ് ഇവിടെ നിന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. ഈ സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതിലിനെ മുട്ടി ക്ലിഫോർഡ് വന്നിട്ടുണ്ട് എന്ന് ആര് പറയാണ്? നമ്മളുടെ മെയ്ഡ്, വീട്ടു ജോലിക്കാരി പറയാണ്. അപ്പോൾ മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. അപ്പോൾ ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല. മാഗി അവിടെ വന്നിട്ടുണ്ട്. ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ, ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദ ടേബിൾ.
അങ്ങനെ ഞാൻ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി എണീറ്റു. ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റു. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാൾ. മാഗി എന്ത് ചെയ്യാണ്, പിന്നെ അവിടെ ഹാളിൽ നിൽക്കുകയാണ്. ഒരു വന്നെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മാഗി ഹാളിൽ നിൽക്കുന്നുണ്ട്. ഷി വാസ് വെയറിങ് ബ്ലാക്ക്. മാഗി ആ സമയത്ത് ധരിച്ച ഡ്രസ്സ് എന്ന് പറയുന്നത് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചത്. കാരണം ഒരു ദുഃഖാചരണത്തിലാണ്, മൗണിങ്ങിലാണല്ലോ. ഐ ടുക്ക് ഹർ ഇൻ ടു ദ അഡ്ജോയിങ് ലൈബ്രറി ആൻഡ് മെയ്ഡ് ഹർ സിറ്റ് ഡൗൺ. അങ്ങനെ ഞാൻ മാഗി എന്ത് ചെയ്തു, പിന്നെ അകത്തേക്ക് വിളിച്ചിട്ട് ലൈബ്രറിയിൽ, ആ വീടിൻ്റെ ലൈബ്രറിയിൽ ഇരുത്തിയിട്ട് അവൾ അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ആർ യു ലിവിങ് ടുഡേ? എന്നിട്ട് മാഗി ഗുപ്തയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് ഇന്ത്യയിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. യെസ് മാഗി, ടുഡേ ഈസ് ദ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ. ഇന്നാണ് എനിക്ക് പോകാനുള്ള ദിവസം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി? നിങ്ങളുടെ രാജ്യത്തെത്താൻ, ഇന്ത്യയിലെത്താൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഗുപ്ത പറഞ്ഞു, ലിറ്റിൽ മോർ ദാൻ 2 weeks, ഏകദേശം 2 ആഴ്ചയൊക്കെ എടുക്കും, അതിൽ കൂടുതലെടുക്കും. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലിവ്? ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്? ഐ ഹാവ് എൻറ്റേർഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്. പഞ്ചാബ് സിവിൽ സർവീസ്, എനിക്ക് ജോലി കിട്ടിയത് പഞ്ചാബ് സിവിൽ സർവീസിലാണ്. ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് ജോലി കിട്ടിയത്. ഐ ഷാൽ നോട്ട് നോ എക്സാക്ട്ലി വെർ ഐ ആം പോസ്റ്റഡ് അൻറ്റിൽ ഐ അറൈവ് ദെയർ. എനിക്ക് എവിടെയാണ് ഷാർപ്പ് പോസ്റ്റ് ആവുക എന്നുള്ള കാര്യം, എനിക്ക് എവിടെയാണ് ജോലി കിട്ടുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. പഞ്ചാബ് സിവിൽ സർവീസിലാണ് ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്തത് എന്ന് പറഞ്ഞു. ഈസ് ദ ഫ്രണ്ടിയർ വെരി ഫ്രം ദെയർ? എൻ്റെ ബ്രദർ ജോലി ചെയ്ത, ഫൈറ്റ് ചെയ്ത ആ ഫ്രണ്ടിയർ, രാജ്യാതിർത്തി, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരമാവുമോ എന്ന് ചോദിച്ചു. നോ, നോട്ട് വെരി, അത്ര ദൂരം ഒന്നും ആയിരിക്കില്ല. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫ്രണ്ട് മോൺട്രോ നിയർ ഡെഹ്റാഗാസി ഖാൻ. എന്നിട്ട് മാഗി പറയാണ്, സങ്കടത്തോടെയാണ് ഈ പറയുന്നതൊക്കെ, ഫ്രാങ്കിനെ അടക്കം ചെയ്തത് എവിടെയാണ്? ഫോർട്ട് മോൺട്രോയിലാണ്. ഡെഹ്റാഗാസി ഖാൻ എന്ന സ്ഥലത്തെ ഫോർട്ട് മോൺട്രോയിലാണ് ആരെ അടക്കം ചെയ്തത്? ഫ്രാങ്കിനെ അടക്കം ചെയ്തത്. ദ ഗേൾസ് ഐസ് വർ ഫിൽഡ് വിത്ത് ടീയേഴ്സ് ആസ് ഷീ സ്പോക്ക്. ഇതൊക്കെ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ എന്തുണ്ട്? കണ്ണുനീരുണ്ട്, അല്ലേ? വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൾ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു. അപ്പം ഗുപ്ത എന്ത് പറഞ്ഞു? ഞാൻ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവ്, ശവകുടീരം ഞാൻ സന്ദർശിക്കുകയും എന്നിട്ട് അവിടുന്ന് നിനക്ക് ഞാൻ കത്തെഴുതുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഗുപ്ത ആരോട് പറഞ്ഞു? ഈ പെൺകുട്ടിയോട്, മാഗിയോട് പറയണം. ഇറ്റ് വോണ്ട് ബി ട്രബിൾസം ഫോർ യു? നീ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആവില്ലേ എന്ന് ചോദിച്ചു. ഓർ ഇൻകൺവീനിയൻറ്റ്, അതൊരു അസൗകര്യം ആവുമെന്ന് ചോദിക്കാം. മാഗി ആസ്റ്റ് വൈ ഷുഡ് ഇറ്റ് ബി? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനാ അത് ട്രബിൾസം, അല്ലേ, ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ ഇൻകൺവീനിയൻറ്റ്, അസൗകര്യം ആവുക, എന്തിനാ? അങ്ങനെ ഒന്നും ആവില്ല എന്ന് പറഞ്ഞു. ഇറ്റ് വിൽ സെർട്ടൺലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദിയർ സംഡേ. എന്തായാലും എനിക്കൊരു ദിവസം അവിടെ പോകാൻ പറ്റും. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. ഏതായാലും അവിടെ പോയിട്ട് ഞാൻ നിനക്ക് അത് കണ്ട് ഞാൻ നിനക്ക് കുടീരം സന്ദർശിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് എഴുതാം എന്ന് പറഞ്ഞു. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് കേട്ടപ്പോൾ മാഗിക്ക് ഭയങ്കര സന്തോഷമായി. ആസ് ഷീ താങ്ക്ഡ് മീ ഹെർ വോയിസ് ചോക്ക്ഡ്. അല്ലേ, എന്നോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അവൾ നന്ദി പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ട്, തൊണ്ട ഇടറുന്നുണ്ട്. ഷീ ടുക്ക് എ ഷില്ലിങ് ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ. അങ്ങനെ അവൾ എന്ത് ചെയ്തു? എൻ്റെ കയ്യിലല്ല, അവിടുത്തെ ടേബിളിൽ ഒരു ഷില്ലിങ് അവൾ വെച്ചു. കീശയിൽ നിന്നെടുത്തിട്ട്, പോക്കറ്റിൽ നിന്നെടുത്തിട്ട് ടേബിളിൽ ഒരു ഷില്ലിങ് വെക്കുകയാണ്, പൈസ വെക്കുകയാണ്. സെയിം, പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിങ് വെൻ യു ഗോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഷില്ലിങ് ഉപയോഗിച്ചിട്ട് എൻ്റെ ബ്രദറിൻ്റെ ശവകുടീരത്തിൽ എന്ത് ചെയ്യണം? കുറച്ച് പൂക്കൾ വാങ്ങിയിട്ട് വെക്കണം. ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. അല്ലേ, കുറച്ച് പൂക്കൾ ഈ പൈസ ഉപയോഗിച്ച് വാങ്ങണം, എന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൽ, ടോംബിൽ എന്ത് ചെയ്യണം? വെക്കണം എന്ന് പറയണം. ഇൻ മൈ ഇമോഷൻ ഐ ലവ് ഔട്ട് മൈ ഐസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അല്ലേ, സ്വന്തം ബ്രദറിൻ്റെ ശവകുടീരം ഏതായാലും സന്ദർശിക്കാൻ കഴിയില്ല, അപ്പോൾ അതിൽ കുറച്ച് പൂക്കൾ വെക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? ഭയങ്കര, അല്ലേ, ഇത് അവളുടെ അടുത്ത് നിന്ന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എൻ്റെ കണ്ണുകൾ താഴ്ത്തി എന്ന് പറയണം. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിങ് വിത്ത് സോ മച്ച് ടോയിൽ. ഈ കുട്ടി ഇത് വാങ്ങിയത്, ഈ പൈസ, ഈ ഒരു ഷില്ലിങ് ഉണ്ടാക്കിയത് ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ദ ഹെർ. അങ്ങനെ എനിക്ക് ഈ പൈസ തിരിച്ചു കൊടുത്താലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ഏത്, ഈ ഒരു ഷില്ലിങ്. explaining that in our country flowers grow in great profusion and do not have to be purchased. ഞങ്ങളുടെ നാട്ടിൽ പൂക്കളൊക്കെ ഒരുപാട് വളരുന്നുണ്ട്, അവിടെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല പൂക്കൾ ഇങ്ങനെ വെക്കാൻ. അപ്പോൾ പൈസ വേണ്ട, ഷില്ലിങ് നീ തിരിച്ചെടുത്തോ എന്നൊക്കെ പറയണം എന്നുണ്ടായിരുന്നു എനിക്ക്. ബട്ട് ഐ റീകൺസിഡർ. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ഒന്നുകൂടെ ആലോചിച്ചു. വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹെർ ഓഫ് ദ ജോയ് ദി സാക്രിഫൈസ് വുഡ് ഗീവ് ഹെർ. അല്ലേ, ഞാനത് തിരിച്ച്, ഈ ഷില്ലിങ് തിരിച്ച് നീ എടുത്തോ എന്ന് പറഞ്ഞ ഒരു പക്ഷേ അവൾക്ക് അതൊരു സങ്കടമാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഞാനത് പൈസ നീ തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞില്ല, ആ പൈസ ഞാൻ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഓൾ ദാറ്റ് ദിസ് ഷില്ലിങ് കുഡ് ഹാവ് ഗിവൺ ഹെർ, ഷി വാസ് ഫോർ ഗോയിങ് ഫോർ ദ ലവ് ഓഫ് ഹെർ ബ്രദർ. ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് വെരി
ബിയോണ്ട് ഓൾ പ്രൈസ്. അല്ലെ ഇങ്ങനെ ചെയ്യുന്നത് വഴി അവൾക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡിപ്രൈവ് ചെയ്യേണ്ട, അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദ ഗ്രീഫ് ഇൻ ഹെർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. ദ ഗ്രീഫ് ഇൻ ഹർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. ഇങ്ങനെ ചെയ്യുന്നത് വഴി അവളുടെ ഹൃദയത്തിലുള്ള സങ്കടങ്ങളും വേദനകളൊക്കെ എന്ത് ചെയ്യും, കുറച്ച് പോയി കിട്ടുമെങ്കിൽ ഇല്ലേ ഈ ഷില്ലിങ് ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാം, പൂക്കൾ വാങ്ങാം. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ടു ഡിപ്രൈവ് ഓഫ് ഹർ. അല്ലേ ഇവളുടെ സങ്കടം മാറാൻ ഇതിൽ അപ്പുറം വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഐ പിക്ഡ് അപ്പ് ദ ഷില്ലിങ്. അങ്ങനെ ഞാൻ ഈ ഷില്ലിങ് എടുത്തു. മാഗി ആ ടേബിളിൽ വെച്ച് ഷില്ലിങ് എടുത്തു. മാഗി, ഐ സെറ്റ്, ഐ ഷാൾ യൂസ് ദിസ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തോളാം, ഈ ഷില്ലിങ് ഉപയോഗിച്ച് തന്നെ നിനക്ക് പൂക്കൾ വാങ്ങിയിട്ട് നിൻ്റെ ബ്രദേഴ്സിൻ്റെ ഗ്രേവിൽ, ശവകുടീരത്തിൽ ഞാൻ വെക്കാം എന്ന് പറഞ്ഞു. മാഗി സ്റ്റുഡ് അപ്പ്. അങ്ങനെ മാഗി അവിടെ നിന്ന് എഴുന്നേറ്റു. ഹൗ ക്യാൻ ഐ താങ്ക് യു ഷീ സെറ്റ്. അല്ലെ എങ്ങനെ എനിക്ക് നിങ്ങളോട് നന്ദി പറയാമെന്നൊന്നും അറിയില്ല. നൗ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഇപ്പോൾ ഏതായാലും എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഗുഡ് ബൈ, റിമെമ്പർ ടു റൈറ്റ്. ഏതായാലും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എഴുതാനൊന്നും മറക്കരുതെന്ന് മാഗി ആരോട് പറഞ്ഞു, നമ്മുടെ ഗുപ്തയോട് പറയാണ്. അങ്ങനെ ഞാനും എഴുന്നേറ്റ്. ഗുപ്ത പറയാണ്, ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹെർ ഹാൻഡ് ഇൻ മൈൻ. അങ്ങനെ ഞാൻ അവളുടെ കൈകൾ പിടിച്ചു. മാഗിയുടെ കൈകൾ ആര് പിടിച്ചു, ഗുപ്ത പിടിച്ചു. ആൻഡ് ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറയുന്നുണ്ട്, ഗുഡ് ബൈ ഒക്കെ പറയുന്നുണ്ട്. ഐ സെഡ് ആൻഡ് പ്രസ്ഡ് ഹെർ ഹാൻഡ് ഇൻ ടു മൈ ലിപ്സ്. അങ്ങനെ ഞാൻ അവളുടെ കൈകൾ എൻ്റെ ചുണ്ടിലേക്ക് കൊണ്ടുവന്നു. മാഗി ലെഫ്റ്റ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മാഗി അവിടെ നിന്ന് പോയി. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്പ് സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി പോയി എന്ന് പറയണം. ഇനി ഇതിൻ്റെ തുടർച്ച നമുക്ക് നോട്ട്സുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഓക്കെ.